ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ കണ്ണൂരിൽ അന്റാർട്ടിക്കൻ ദൃശ്യവിസ്മയവുമായി സ്നോ ലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് ഈ മാസം 25 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ എക്സ്പോ നടക്കുമെന്ന് ശ്രീഹരി നായർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ ആദ്യമാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിക്കുന്നത് എന്ന പ്രത്യേകതയാണ് സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 12,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഐസിക്കിൾ കേവ് ഒരുക്കുക. ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗട്ട്, സോളോ സിഡ്, ഡിറ്റോ, മാനി, ബക്ക് തുടങ്ങിയവയും എക്സ്പോയിൽ ഒരുക്കും. അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന ഐസ് ഗുഹകളും ഇവിടെ പുനരാവിഷ്കരിക്കുമെന്ന് എക്സ്പോ സംഘാടകൻ ശ്രീഹരി നായർ കണ്ണൂരിൽ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ജീവിതം വെച്ചാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു ഐസ് ഷീറ്റ് ഉണ്ടാവുക, കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു -80 ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ ഉള്ള മൃഗങ്ങൾ, അന്റാർട്ടിക്കയിലുള്ള ജീവിതം, ഇതൊക്കെ ഈ 12,000 സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ, ലൈക്ക് പെൻഗ്വിൻസ് തന്നെ 8 തരം പെൻഗ്വിൻ ഉണ്ട്. പിന്നെ പോളാർ ബെയർ, പിന്നെ മാമോത്ത് എലിഫന്റ്. 8 തരം പെൻഗ്വിനുകൾ, മാമോത്ത്, വേട്ടനായ്ക്കൾ, ഐസ് ടൈഗറുകൾ, പോളാർ കരടി എന്നിവയും ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 25-ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രീഹരി നായർ അറിയിച്ചു. ടി മനോജും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.